നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം സർ. മിസ്റ്റർ മോഹൻദാസ്, നടന്നതൊക്കെ ഡീറ്റെയിൽസ് ആയി വള്ളി പുള്ളി തെറ്റാതൊന്ന് പറഞ്ഞേ. സർ, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല സർ. കിടങ്ങറായിലെ പുതിയ കലകിന്റെ ടെൻഡർ തരാമെന്ന് പറഞ്ഞ് ആകാശ് സർ 50,000 എന്നോട് ആവശ്യപ്പെട്ടു. സർ, ഇയാൾ പറയുന്നത് നുണയാ. ഞാൻ കാശൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആകാശ്, സൈലൻസ്. ഞാൻ നിങ്ങളോട് ചോദിക്കും, അപ്പൊ പറഞ്ഞാ മതി. സോറി സർ. മോഹൻദാസ് പറയൂ. സർ, എന്നോട് കൈക്കൂലി ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു പരാതി കൊടുത്തു. ഇവിടുത്തെ സാറന്മാർ തന്ന 50,000 രൂപയും കൊണ്ട് ആകാശ് സാറിന്റെ ഓഫീസിലേക്ക് പോയി. എന്റെ കൂടെ SI സാറും ഉണ്ടായിരുന്നു. ഞാൻ 50,000 രൂപ ആകാശ് സാറിന് കൊടുത്തപ്പോ സാറന്മാർ ആകാശ് സാറിനെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. ഇല്ല ചാ, നുണയാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ CCTVയിലുണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ വേറെയുണ്ട്. ഓക്കെ. പ്രതിഭാഗത്തിന് എന്തൊക്കെയാ പറയാനുള്ളത്? ആകാശ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ആ സത്യസന്ധത കാരണം ആകാശിന് ഒരുപാട് ശത്രുക്കളും ഉണ്ട്. അതിലാരോ ഒരാളാണ് മോഹൻദാസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ആകാശിന് എന്താ പറയാനുള്ളത്? സർ, ഞാൻ വാങ്ങിയ കാശ് ടെൻഡർ ഫോമിന്റെ മറ്റ് എക്സ്പെൻസിന്റെയാ. അത് ഞാൻ ബില്ല് ഇട്ടിട്ടുണ്ട്. ബില്ലിട്ടാണോ കാശ് വാങ്ങിയത്? അതെ സർ. ആ ബില്ലിന്റെ കോപ്പി ഉണ്ടോ? ഇല്ല സർ, ആ ബിൽ ബുക്ക് ചെയ്യുന്ന കാണുന്നില്ല സർ. സാർ, എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷനാണ്. ആകാശിനെ ടാർഗറ്റ് ചെയ്യാനാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ ബിൽ ബുക്ക് കാണാതാക്കിയത്. പ്രതിഭാഗം പറയുന്നതിൽ കാര്യമില്ല സർ. ബിൽ ബുക്ക് ഒരു എവിഡൻസായി യൂസ് ചെയ്യാം. പക്ഷേ ബിൽ ബുക്ക് കാണാതായത് എങ്ങനെയാ തെളിവാവുന്നത്? ആ ബിൽ ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആകാശ് നിരപരാധിയാണെന്ന് തെളിഞ്ഞേനെ. അതുകൊണ്ട് മനഃപൂർവ്വം ആ ബിൽ ബുക്ക് ആരോ മാറ്റിയതാണ്. ബില്ലിടാതെ ബിൽ ബുക്ക് ഒളിപ്പിച്ചു വെച്ചൊന്ന് കള്ളം പറയുന്നതാണ് സർ. സർ, ആകാശ് സിൻസിയറാണ്. ഇതുപോലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ പല ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് തന്നെ ആകാശിനെ പോലുള്ള ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ടാണ്. ആകാശിനെ ശിക്ഷിച്ചാൽ അതെല്ലാ ഡിപ്പാർട്ട്മെന്റിനെ ശിക്ഷിക്കുന്ന പോലെയാ. ആകാശിന്റെ റെക്കോർഡ്സ് നോക്കണം സാർ. ഇതുവരെ ഒരു പരാതിയും ആകാശിനെ പറ്റി ഉണ്ടായിട്ടില്ല. ഈ കേസ് ഡിസ്മിസ് ചെയ്യണം സാർ. ഈ കേസ് ഡിസ്മിസ് ചെയ്യരുത് സർ. ആകാശിനെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. അല്ലെങ്കിൽ റിട്ടയർമെന്റ് വരെ ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആകാശിനെ ഡിസ്മിസ് ചെയ്യണം സർ. സർ, ആ നിൽക്കുന്നത് എന്റെ അച്ഛനാ. അച്ഛനാ എന്റെ എല്ലാം. അച്ഛനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല സർ. കാശ് വാങ്ങിയതിന് ബില്ല് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബില്ലുണ്ടെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ആ ബില്ലൊന്ന് കാണിക്കേ. എക്സ്ക്യൂസ് മീ സർ, ആ ബിൽ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്.
സാർ ഇതാണ് സാർ. ആകാശ് മോഹൻദാസിന്റെ പേരിൽ ബില്ലിട്ടിട്ടുണ്ട്. മാഡം, ഈ ബിൽ ബുക്ക് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? സർ, ഞാൻ ചീഫ് എഞ്ചിനീയറായി ചാർജ് എടുത്തത് മുതൽ എല്ലാ സ്റ്റാഫ്സിനെയും ഒബ്സർവ് ചെയ്യുമായിരുന്നു. എന്റെ ഒബ്സർവേഷനിൽ ഏറ്റവും സിൻസിയറായ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശ. ഒരാളുടെ കയ്യിൽ നിന്നും ആകാശ് കൈക്കൂലി വാങ്ങില്ല. ആകാശ് ജോലി ചെയ്യുന്നത് ഈ നാടിനു വേണ്ടിയാ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആകാശിന്റെ പേരില്ലാതാക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെ ചെയ്തവര് ചിലപ്പോ പ്രധാനപ്പെട്ട എവിഡൻസ് ആയ ഈ ബിൽ ബുക്ക് നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഈ ബിൽ ബുക്കും മോഹൻദാസിന്റെ ടെൻഡർ ഫയലും എന്റെ ഓഫീസിൽ സേഫ് ആക്കി വെച്ചു. എനിക്ക് ഇതിവിടെ വന്നപ്പോ തന്നെ പറയാമായിരുന്നു. പക്ഷേ ഈ കേസ് എവിടെ വരെ പോകുമെന്ന് വാച്ച് ചെയ്യായിരുന്നു. എന്നോട് ഇവിടെ വന്ന് സാക്ഷി പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം സർ. ആകാശിനെ പോലെ ഗുഡ് ആൻഡ് എഫിഷ്യന്റ് ആയ ഒരു ഓഫീസറിനെ ഡിപ്പാർട്ട്മെന്റിന് വേണം. ആകാശ് കൈക്കൂലിയായി വാങ്ങിയതല്ല ആ 50,000 രൂപയെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോടതിയിലേക്ക് എത്തിക്കാതെ ഈ കേസ് ഇവിടെ തീർപ്പാക്കുന്നു. ആകാശിനെതിരെ കള്ളപ്പരാതി എന്ന മോഹൻദാസിനെ പോലീസിന് കൈമാറി കോടതിയിൽ ഹാജരാക്കാൻ പറയണം. സർ,